ഇത് CPM-ന്റെ നേരത്തെ പറഞ്ഞതുപോലെ തളിപ്പറമ്പിൽ വെച്ച് നടത്തിയിട്ടുള്ള CPM-ന്റെ പൊതുസമ്മേളനത്തിൽ ആരും ചോദിക്കാതെ ആരും ആവശ്യപ്പെടാതെ ഒരു പ്രകോപനം ഇല്ലാതെ മോഹന മാസ്റ്റർ സ്വന്തം നിലയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളൊരു വിഷയമാണ്. അത് ഒരു ആരോപണമായിട്ടോ ഒരു സംശയമായിട്ടോ അല്ല. അദ്ദേഹം കൃത്യമായിട്ടുള്ള പഠനം നടത്തി അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടതായിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുന്നൊരു വിഷയമാണ്. അദ്ദേഹം അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുന്നു. അദ്ദേഹം കണ്ണൂർ ജില്ലയിലുള്ള അതിൻ്റെ ആളുകളെ ട്രേസ് ചെയ്യുന്നു. അവർ PFI-കാരാണെന്ന് അവർ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അവരുടെ ലക്ഷ്യം എന്താണെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. PFI മുന്നോട്ട് വയ്ക്കുന്ന മതരാഷ്ട്രവാദത്തിന് പൊതുസമൂഹത്തിൽ സ്വീകാര്യത കിട്ടാൻ വേണ്ടിയിട്ട് പല വേഷങ്ങളിൽ ഇവർ അവതരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് MEC-7 പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. വളരെ ആധികാരികമായിട്ടും വളരെ കൃത്യതയോടുകൂടിയും വസ്തുതകളുടെ പിൻബലത്തിലാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടും ശ്രീ മോഹനൻ മാസ്റ്റർ നടത്തിയിട്ടുള്ള പ്രസ്താവനയാണ്. CPM-ന്റെ സംസ്ഥാന നേതാക്കന്മാരെ പോലും വേദിയിൽ ഇരുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവനയാണ്. CPM-നെ പോലെ വളരെ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടി, ഈ MEC-7 ആണെങ്കിൽ കൊണ്ടോട്ടി ആസ്ഥാനമായിട്ടുള്ള സംവിധാനം, ആ പ്രദേശം കൂടി ഉൾപ്പെടുന്ന കോഴിക്കോട് ജില്ലയുടെ സെക്രട്ടറി, CPM-ന്റെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, അങ്ങനെ ഒരു ആരോപണം മുന്നോട്ട് വയ്ക്കുന്നു. ആ ആരോപണത്തെ പിന്നീട് കേരളത്തിലെ പ്രധാനപ്പെട്ട ചില മത സമുദായ സംഘടനകൾ ഏറ്റെടുക്കുന്നു. ഇപ്പോൾ സമസ്തയുടെ തന്നെ സെക്രട്ടറി ആയിട്ടുള്ള പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നു, ഈ MEC-7-ന്റെ പിന്നിൽ ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അവർ സുന്നികളെ വലവീശി പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവർക്ക് മതപരമായിട്ടുള്ള താല്പര്യമാണുള്ളത്. ഈ വ്യായാമമൊക്കെ ഇവരുടെ ഒരു ഔട്ടർ ഫ്രണ്ട് മാത്രമാണ്. ഇവിടെ യഥാർത്ഥത്തിലുള്ള താല്പര്യം സാമുദായികമായിട്ടുള്ള താല്പര്യമാണ്. അതുകൊണ്ട് അവരെ സൂക്ഷിക്കണം, അവർ ഒളിഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സംസാരിക്കുന്നു. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട യുവജന സംഘടനയായിട്ടുള്ള SYS-ന്റെ ഉത്തരവാദിത്തപ്പെട്ട കോഴിക്കോട് ജില്ലാ സെക്രട്ടറി, അദ്ദേഹം കോഴിക്കോട് എന്നുള്ള ആളാണ്, മുഹമ്മദ് അലി കിനാലൂർ പറയുന്നത് NDF-ന്റെ അതേ സ്വഭാവത്തിൽ വളർന്നു വരുന്നൊരു സംഘടനയാണ്. NDF ഒരു കാലത്ത് ഉണ്ടായി വന്ന സമയത്ത് യുവാക്കൾക്കിടയിൽ കളരി അഭ്യാസം പ്രചരിപ്പിച്ചുകൊണ്ടാണ് അവർ പ്രചാരം നേടിയെടുത്തത്. അതേ രീതിയിൽ വ്യായാമത്തിൻ്റെ മറയിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന പോലെ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള മതപരമായിട്ടുള്ള സാമുദായികമായിട്ടുള്ള മതരാഷ്ട്രവാദപരമായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഒരു സംവിധാനമായിട്ടാണോ MEC-7 വരുന്നത് എന്ന് ഞാൻ സംശയത്തോടുകൂടിയാണ് കാണുന്നതെന്ന് മുഹമ്മദ് അലി കിനാലൂർ പറയുന്നു. അപ്പോൾ ഈ തരത്തിലുള്ള വലിയൊരു ആക്ഷേപം, വലിയൊരു ആരോപണം MEC-7 എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് എതിരെ ഉന്നയിക്കപ്പെടുന്നു. നമ്മൾ ഇവരെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശരിയാണ്, അവർ വ്യായാമം പരിശീലിപ്പിക്കുന്ന സംഘടനയാണ്. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ആളുകൾക്കിടയിൽ അവബോധം ഉണ്ടാക്കുന്ന സംഘടന. ഇത് 2022 വരെ ഇവർക്ക് ആകെ ഒറ്റ യൂണിറ്റ് മാത്രമേ ഉള്ളൂ. ഈ കൊണ്ടോട്ടിലെ ഒരൊറ്റ യൂണിറ്റ് മാത്രമേ ഉള്ളൂ. 2022 ഈ പറയുന്ന TP മുസ്തഫ, അതേപോലെ തന്നെ ഇപ്പോൾ അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള ബാവ അറക്കൽ എന്നീ പറയുന്ന രണ്ടാളുകൾ ഈ സലാഹുദ്ദീനിൽ നിന്ന് പരിശീലനം നേടുന്നത്. പിന്നീട് അവരിതിൻ്റെ പ്രചരണം ഏറ്റെടുക്കാമെന്ന് പറയുന്നു. ഈ ബാവ അറക്കൽ അതിൻ്റെ ബ്രാൻഡ് അംബാസഡറായി മാറുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് 2 കൊല്ലം കൊണ്ട് ഒരൊറ്റ യൂണിറ്റ് മാത്രമുള്ള സംവിധാനം 1000-ലേറെ യൂണിറ്റുകളുള്ള മലബാർ മേഖലയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂരിലെ ചില പ്രദേശങ്ങൾ എന്നീ ഭാഗങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അഭൂതപൂർവമായിട്ടുള്ളൊരു സംഘടനാ വളർച്ച നേരിടുന്നു എന്നുള്ളതാണ്. ഇത് നമുക്ക് എന്തുകൊണ്ട് സംഭവിക്കുന്നു വെച്ചാൽ വളരെ നിഷ്കളങ്കമായിട്ട് നമുക്ക് കോവിഡ് കഴിഞ്ഞിട്ടുള്ള പശ്ചാത്തലത്തിൽ ആളുകൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ജീവിതത്തെ പറ്റിയിട്ടുള്ള ഒരു അവബോധം ഉണ്ടായതുകൊണ്ടാണ് എന്നൊരു മട്ടിൽ വാദിക്കാം. പക്ഷേ രാഷ്ട്രീയമായി നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് 2022 സെപ്റ്റംബറിലാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിക്കപ്പെടുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ സംഘടനയില്ലാതായി പോയിട്ടുള്ള ആളുകൾ, സംഘടനാ പ്രവർത്തനം നടത്താൻ കഴിയാതെ വന്നിട്ടുള്ള ആളുകൾ, അവർക്ക് മാറി നിന്ന് പ്രവർത്തിക്കാൻ ഒരു ഫ്രണ്ട് ആവശ്യമായിരുന്നു. അത്തരത്തിലുള്ള ആളുകൾ ഈ സംഘടനാ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയതാണോ എന്നുള്ള ന്യായമായിട്ടുള്ള സംശയം അവിടെ ഉടലെടുക്കുന്നുണ്ട്. ഇവർ ഫോളോ ചെയ്യുന്ന ചില മോഡസ് ഓപ്പറാൻഡികൾ, ഈ വാട്സപ്പിലൂടെയുള്ള പ്രത്യേകിച്ച് സംഘടനാ രൂപമൊന്നും ഇല്ലാണ്ട് ഉത്തരവാദിത്തപ്പെട്ട പൊസിഷൻസ് ഒന്നും ഇല്ലാതെ വലിയ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നു. ചെറിയ സമയത്തിനുള്ളിൽ ധാരാളം ആളുകളിലേക്ക് ആശയപരമായിട്ടുള്ള സംവേദനങ്ങൾ നടത്താൻ കഴിയുന്ന പോലത്തെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ സ്ഥാപിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പല വിഷയങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈരാറ്റുപേട്ടയിൽ 2022 ചെറിയ കുട്ടിയെ കൊണ്ട് മറ്റേ അവിലും മലരും വാങ്ങിച്ചോന്ന് മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള അബ്ദുൽ സത്താർ എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോലീസ് പോയപ്പോൾ 10 മണിക്ക് പോലീസ് എത്തിയപ്പോൾ 10:25 1000-ലേറെ ആളുകൾ ഈരാറ്റുപേട്ട ടൗണിൽ എത്തിയിട്ട് പ്രകടനം നടത്തി. അതെങ്ങനെ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സംവിധാനം കൊണ്ടാണ് സാധിക്കുന്നത്. ഈ വാട്സപ്പിലൂടെ മാത്രം ഒരു ഹർത്താൽ നടത്തുന്നത് കേരളം താങ്കളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളും പി മോഹനൻ അങ്ങനെ വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയുന്ന ആളല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. പി മോഹനൻ എന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണോ BJPക്ക് ഏറ്റവും വിശ്വാസം? പി മോഹനൻ എന്ന് പറയുന്ന വ്യക്തിയല്ല വിശ്വാസം. ഇവിടെ നോക്കൂ, രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും പരമാധികാരത്തെയും വെല്ലുവിളിക്കുന്ന ഒരു പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ടെന്ന് ഏത് വഴിപോക്കൻ പറഞ്ഞാലും അത് ഗൗരവമുള്ള വിഷയമാണ്. ആ കാര്യത്തിൽ അന്വേഷണം വേണം. ഇപ്പോഴും BJP പറയുന്നത് എന്താണ്? ഞങ്ങൾ ആർക്കെങ്കിലും ക്ലീൻ ചിറ്റ് കൊടുക്കുകയോ ഞങ്ങൾ ആരെങ്കിലും ടെററിസ്റ്റായിട്ട് ബ്രാൻഡ് ചെയ്യുകയോ ചെയ്യുന്നില്ല. ഇതാണ് ശരി എന്നൊരു ഒരു അന്തിമമായിട്ടുള്ള ഒരു വിധിന്യായം ഞങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല. ഞങ്ങൾ പറയുന്നത് ഇത്തരത്തിൽ വളരെ ഗൗരവമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ട സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കണം. സംസ്ഥാനത്തിന്റെ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കണം. ആ അന്വേഷണം നടക്കുന്നതിന് മുൻപ് തന്നെ പി മോഹനൻ നിലപാട് മാറ്റാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്താണ്? അതിന് മാത്രം അദ്ദേഹത്തിന്റെ നേരത്തെ ഉണ്ടായിരുന്ന ബോധ്യങ്ങളെ മുഴുവൻ അട്ടിമറിക്കുന്ന എന്ത് പുതിയ കണ്ടെത്തലാണ്, എന്ത് പുതിയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടില്ല. ചില ആളുകൾ മീശ പിരിച്ചപ്പോഴേക്കും മോഹന മാസ്റ്റർക്ക് ഭയം ഉണ്ടായി. അത് CPM-ന്റെ ഒരു നിലപാടില്ലായ്മയായിട്ട് അതിനെ കാണുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കേണ്ടി വരുന്നത്.